ഇവിടുത്തെ യുവ എഴുത്തുകാരെവിടെ? ഈ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്, കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കേണ്ടത് യുവാക്കളാണ്, അല്ലെങ്കിൽ അത്തരം എഴുത്തുകാരാണ്. ആ സമൂഹം ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഷണ്ഡീകരിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിൽ ഉണ്ട്. അത് വളരെ ഭീരുക്കളുടെ ഒരു യുവ സമൂഹമാണോ എന്നുള്ളത്. കാരണം സൈബർ ബുള്ളിയിങ്ങിനെ അത്രമേൽ ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട്. തനിക്കത് പേടിയില്ല എന്ന് തന്നെയാണ് ടി പത്മനാഭൻ പറഞ്ഞത്. ആ ധൈര്യമുള്ള ഒരു തലമുറ ഇവിടെ ഇല്ലാതെയാവുകയാണെങ്കിൽ ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ തീയിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ ആ തൊപ്പി അമർത്തി പിടിച്ച് ഒരു മുണ്ടുകൊണ്ട് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇയാൾ, പക്ഷേ ഈ സാധനം ഇങ്ങനെ പൊങ്ങും. അത്രക്ക് പ്രയാസം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവന്ന് കെടുത്തി. ഞാൻ അപ്പോൾ ഡോക്ടർമാർ ചോദിക്കും ഇയാളെ പേരെന്താ, ഇയാൾ എത്ര വയസ്സത്തെ, നമുക്കറിയില്ലല്ലോ, നമ്മളാ ജനിച്ചിട്ട് കാണാത്ത മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഒരാളെടുത്ത് നിന്നും ഒരാൾ സ്ട്രക്ചർ നിന്ന് താഴത്തേക്ക് ചാടി, അത് പെടഞ്ഞിട്ട് ചാടിയ മനുഷ്യനെ എടുത്തു വെക്കാൻ ആരുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ള അവസ്ഥയാണ്, നമ്മൾ നേരിട്ട് കണ്ടാണ്. ഇത് ഈ ബോംബ് വന്ന് വീഴുമ്പോൾ ഈ പിഞ്ചോമന പൈതങ്ങൾ അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എത്ര ദിവസങ്ങളാണ്, എത്ര വർഷങ്ങളായി ഇപ്പോൾ ഇത് വരാൻ തുടങ്ങിയിട്ട്. ഓരോ ദിവസവും നമ്മൾ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും മറ്റുമാണ് ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അത് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതും. എല്ലാ ദിവസങ്ങളും ആളുകൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വേദനയോടുകൂടി അല്ലാത്ത ഒരു മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനും അതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിലവിൽ പക്ഷേ പല രാജ്യങ്ങളും ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പല പ്രസ്താവനകളും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടുവരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നപരിഹാരമാണോ? അപ്പോൾ പല രാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇതുവരെ കാണാത്ത പല പ്രസ്താവനകളും പല പ്രഗത്ഭ രാജ്യങ്ങളിൽ നിന്നൊക്കെ മുന്നോട്ട് വരുന്നത് എന്താണ് അതിൻ്റെ പറ്റി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്? അല്ല, പ്രശ്നപരിഹാരമാണോ എന്ന ചോദ്യത്തിന് എന്താണ് പ്രശ്നം, ആരാണ് പ്രശ്നക്കാർ എന്നുള്ളത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ സ്ഥായിയായി സംഘർഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ട് എന്നതാണ് ഒന്നാമത്തെ വിഷയം. ആ ഒരു കാര്യത്തിൽ ഇസ്രായേൽ മാത്രമല്ലത്, അല്ല, ഇസ്രായേലിൻ്റെ മാത്രം ഈ പ്രകോപനങ്ങളിൽ നിന്നുണ്ടാകുന്നതല്ല ഈ സംഘർഷം. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഒരു കരുവാണ്, ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു കരുവാണ്. ഇവിടെ പലപ്പോഴും ആളുകൾ പറയാത്തൊരു കാര്യം, ക്രിസ്ത്യൻ സയനിസം എന്ന ഒരാശയമുണ്ട്, അല്ലെങ്കിൽ വളരെ രൂഢമൂലമായി വർക്ക് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. ഇതിൻ്റെ താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സൃഷ്ടിക്ക് പിറകിൽ പോലും ഉള്ളത്. അപ്പോൾ നിലവിലൊരു മറ്റേ കുരങ്ങനെ നമ്മളിങ്ങനെ ഞാണമ്മ കളിപ്പിക്കുമല്ലോ, ഈ കളിപ്പിക്കുന്നത് പോലെ ഇതിനെ കളിപ്പിക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴേ നമുക്കിത് ഇതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമല്ലോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരിത് പറയുമ്പോൾ 1915 സാമുവൽ മെമ്മോറാണ്ടം എന്ന് പറയുന്ന, ഹെർബർട്ട് സാമുവൽ എന്ന് പറയുന്ന ഒരു കക്ഷി, അദ്ദേഹം ക്യാബിനറ്റിൻ്റെ മുൻപിൽ ഒരു മെമ്മോറാണ്ടം വെച്ചു. അതെന്താ വെച്ചാൽ യുദ്ധം തുടങ്ങിയ സമയമാണ്, 1-ാം ലോക മഹായുദ്ധം തുടങ്ങിയ സമയം. അപ്പം അദ്ദേഹം ഈ മെമ്മോറാണ്ടത്തിൽ പറയുന്നത് വെച്ചാൽ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പല കാര്യങ്ങൾക്കും. അതായത് ഒരു പലസ്തീൻ ദേശത്ത് ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാൻ, അതിലൂടെ നമ്മളോട് ജൂതന്മാർക്ക് ലാസ്റ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്, എല്ലാ കാലത്തേക്കും നമ്മളോട് നന്ദിയുള്ള ഒരു ജനതയാക്കി അവരെ മാറ്റാൻ പറ്റിയ ഒരവസരമാണെന്നാണ്. ഇതിന് ശേഷം 1917 ഈ ബാൽഫർ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൃത്യമായ ഒരു ഇതുണ്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ കാണാം. ഈ 1948 തന്നെ UN എന്ത് ചെയ്തു, പലസ്തീൻ അംഗീകരിച്ചു. ഇപ്പോൾ എത്ര വർഷമായി അല്ലേ? 70 വർഷം കഴിഞ്ഞല്ലോ. എന്നിട്ടും ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജൂതരാഷ്ട്രം വേണമെന്നുള്ള ഒരാശയം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുണ്ടായി. അതിനുശേഷം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ടായി. അത് നടക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ 1920-30 ആയപ്പോൾ ഈ ജൂത സംഘടനകൾ, തീവ്ര ജൂത സംഘടനകൾ രൂപപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പിൽക്കാലത്ത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ മെനാഹിം ബെഗിൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്കന്ന് $10 ലക്ഷം അതോ പൗണ്ടോ വില പറഞ്ഞിരുന്നു. അദ്ദേഹം അത്തരത്തിലുള്ള തീവ്രവാദ വ്യക്തിയായിരുന്നു. ഈ വ്യക്തികളെ അല്ലെങ്കിൽ സമാന മനസ്കരായ ജൂത നേതാക്കളെയാണ് വിളിച്ചു വരുത്തിയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട് പിന്നീട് ഇസ്രായേൽ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അവിടെ കൃത്യമായ ഉഭയ താല്പര്യപ്രകാരം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ്. ആരാണ് അതിന് മുൻകൈ എടുത്തത്? അന്ന് ബ്രിട്ടനാണ് മേൽക്കോയ്മയുള്ളത്. പക്ഷേ മറ്റ് പാശ്ചാത്യ ശക്തികളും കൂടെ ചേർന്നുകൊണ്ട് UN എന്ന് പറയുന്ന ബോഡിയുടെ ഒരു അണ്ടറിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഈ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആരുടെയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ UN യഥാർത്ഥത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ, ഇപ്പം നമുക്കറിയാം ഇറാഖിൽ നിരോധിത ആണവ ആയുധങ്ങളുണ്ട് എന്ന ഒരു റൂമർ പ്രചരിപ്പിക്കപ്പെടുന്നു. അത് BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ സംഭവിക്കുന്ന എന്താണ്, ഇറാഖിനെ ആണവ വിമുക്തമാക്കണം. അതിനുവേണ്ടി സഖ്യസേന രൂപീകരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഇറാഖ് ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ അതൊരു UN പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം ക്യൂബൻ ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ക്യൂബയിലേക്ക് അമേരിക്കൻ 7ാം കപ്പൽപ്പട നീങ്ങുന്നു എന്നൊരു വാർത്ത വരുമ്പോഴേക്ക് റഷ്യ പ്രതിരോധവുമായിട്ട് എത്തുന്നു. ആ ക്യൂബൻ പ്രതിസന്ധി അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പലസ്തീൻ്റെ വിഷയത്തിൽ ഈ 48-ന് ശേഷം 130 140 പ്രമേയങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലൊന്നു കഴിഞ്ഞ ദിവസം ഒരു യുദ്ധക്കുറ്റവാളി. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും UN എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ പറയുന്ന രാഷ്ട്രങ്ങൾ ആരും തന്നെ പലസ്തീൻ്റെ രക്ഷയ്ക്ക് വരണ്ട, പക്ഷേ ഇസ്രായേലിനെതിരെ പോലും ഒരു നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിശക്തമായിട്ടുള്ള ചില അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ ട്രംപ് വിചിത്രമായിട്ടുള്ള ഒരുപാട് നമുക്ക് തോന്നാം. പക്ഷേ അവിടെ ഒരു പവർ പൊളിറ്റിക്സിൽ വളരെ കൃത്യമായ ചില ഇടപെടലുകളിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ അടുത്ത് കൊല്ലപ്പെട്ട ചാൾസ് കാർക്ക് എന്ന് പറയുന്ന കക്ഷി, ഇദ്ദേഹം ട്രംപിൻ്റെ ഒരു അനന്തരവനെ പോലെ പെരുമാറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? പലസ്തീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു രാജ്യം ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. ഇവിടെ ഈ മുന്നോട്ട് വന്നു എന്ന് പറയുന്ന പല രാജ്യങ്ങളും, ആ രാജ്യങ്ങൾക്കൊന്നും ഒരു വലിയ സ്വാധീനം അന്താരാഷ്ട്ര രംഗത്ത് ചെലുത്താൻ പറ്റുന്നവരല്ല. ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫ്രാൻസിനൊക്കെ പോലുള്ള ചില രാജ്യങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടനൊക്കെ മാത്രമാണ് അത്രയും ഇതുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുള്ളത്. ഒന്നെന്താ വെച്ചാൽ, എന്തായിരുന്നു 30കളിൽ തന്നെ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ ഇസ്രായേൽ പ്രഖ്യാപിച്ചത്? ഇത് മുസ്ലിങ്ങളില്ലാത്ത ഒരു പലസ്തീൻ ദേശത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം അന്നേ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പോലും അത് നെതന്യാഹു ആവർത്തിച്ചു തന്നെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അവർ ചെയ്ത കാര്യം എന്താണ്? ആദ്യം ഭൂമി വിലക്ക് വാങ്ങാൻ പറഞ്ഞു. കുറച്ച് ഭൂമി, ഒരു 6% മാത്രം ഭൂമിയാണ് 48-ൽ എന്ത് ചെയ്യുന്നത്, വിലക്ക് വാങ്ങി ഭൂമി ഉണ്ടായിരുന്നത്. അവിടെ ജൂതന്മാർ പോയിട്ട് താമസിക്കുന്നു. ആരും ഒന്നും വരെ കാട്ടിയിട്ടില്ല. പിന്നീട് എന്ത് സംഭവിക്കുന്നു? കയ്യേറ്റങ്ങൾ തുടങ്ങുന്നു, അധിനിവേശങ്ങൾ തുടങ്ങുന്നു, കുടിയിറക്കലുകൾ വരുന്നു, ഒഴിപ്പിക്കലുകൾ വരുന്നു. ഫലത്തിൽ പിന്നെ അതൊരു മാസീവായ ഫോഴ്സ്ഡായ ഒരു എക്സ്പെൽഷനിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അതിനുശേഷം ഇതിനെ 3ആയി വിഭജിച്ചു. ഇസ്രായേലിനെ 3ആയി വിഭജിച്ചു. അതിനകത്ത് ഒരു പ്രദേശത്ത് തന്നെയുള്ള ആളുകൾ, ഇപ്പോൾ ഗസയിലുള്ള ആളുകൾ തള്ളി എന്ത് ചെയ്യുന്നു, നീക്കി ഒരു ഭാഗത്ത് ചെയ്യുന്നു. അപ്പം 1915 ഉള്ള ഒരു ഡോക്യുമെൻ്റ് ഞാൻ കണ്ടു. അതായത് പലസ്തീൻ ലാൻഡ് സൊസൈറ്റിയുടെ ഒരു ഡോക്യുമെൻ്റ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ 1930കളാകുമ്പോൾ ജൂതന്മാർ മൊത്തം ഇവിടെ കയ്യേറിയാൽ പോലും ആകെക്കൂറുണ്ടാകാൻ പോകുന്ന 7.5 ലക്ഷമുള്ളൂ. എന്നാൽ മുസ്ലിങ്ങൾ 20 ലക്ഷം അതിൻ്റെ മുകളിലോ ഉണ്ടാവും. അപ്പോൾ 2.5 ഇരട്ടി ഉണ്ടാകുന്നർത്ഥം. അപ്പോൾ ഒരു ക്ലെയിം വരെ എങ്ങനെയാണ്? ഒന്നുകിൽ പോപ്പുലേഷൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ലാൻഡ് എന്ന് വരാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഉന്മൂലനം നടക്കാതെ വയ്യ എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു സന്തുലിതമായൊരു അവസ്ഥയിലല്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം വരുന്നത്, ഈ നേതൃത്വങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തു, പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കിയുള്ളവരിൽ ആരുമായിട്ടാണ് ചർച്ച നടക്കാൻ പോകുന്നത്? അപ്പോൾ ഹമാസിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. അതോടെ പിന്നെ അവിടെ നമ്മൾ ആരുടെയും പേരിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ല, അല്ലേ? ഉണ്ടാകാമില്ലായിരിക്കാം, പക്ഷെ ഒക്കെ ഉണ്ട്.
അവരൊക്കെ എത്ര ശക്തരാണെന്ന്. അപ്പോൾ ഇവിടെ ആരുമായിട്ട് ചർച്ച ചെയ്യാന്നുള്ളതും, രണ്ട്, ഏത് ഭൂപടം, ഈ ബൗണ്ടറി ആരാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്, ആ ഭൂപടം എന്തായിരിക്കുമെന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഈ നടത്ത് ഇപ്പോൾ ഇന്ന് പോലും എന്താണ് നെതന്യാഹു പറഞ്ഞത്, നിങ്ങളിതിനെ പിന്തുണയ്ക്കുന്നത് ഒരു ഭീകരവാദത്തെ പിന്തുണയ്ക്കലാണ്, അല്ലെങ്കിൽ ഒരു ഭീകര രാഷ്ട്രത്തെ പിന്തുണയ്ക്കലാണ്, ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കലാണ്. അതുകൊണ്ട് നമ്മൾ പല നിഗം ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സമ്മർദ്ദ തന്ത്രത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇനി അംഗീകരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് എന്നായിരിക്കും പറയാം. അതിലിപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഡിസാർമമെൻ്റാണ്. അതായത് ആയുധങ്ങൾ ഹമാസ് താഴെ വയ്ക്കണം, ഒരു ആയുധശക്തിയല്ലാത്ത, സൈന്യമില്ലാത്ത ഒരു പലസ്തീൻ. അത് യഥാർത്ഥത്തിൽ പിന്നെ അടിമകളെ പോലെ തന്നെ ആയിരിക്കും. ഒരു പക്ഷേ ഞാൻ കരുതുന്നത് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഈ അവരുടെ അതിർത്തി രക്ഷാസേന ഇസ്രായേലിൻ്റെ കാരം. ഇതിന് ഒരു വലിയ അപകടമുണ്ട്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അപകടമാണ് ഇന്നിപ്പോഴേ ഇപ്പോൾ ഹമാസിന് ഒരു രാജ്യം ആയുധം കൊടുത്തു എന്ന് വയ്ക്കുക, അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണാൻ പറ്റില്ല. ഒരു ക്രിമിനൽ കുറ്റമായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാം. പക്ഷേ ഈ പാക്റ്റിൻ്റെ ഭാഗമായിട്ട്, എഗ്രീമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കരാറിൽ വരുന്ന ഒരു കണ്ടീഷൻ എന്താണ്, ഒരിക്കലും ഹമാസിനോ അല്ലെങ്കിൽ പലസ്തീനിലേക്കോ ഒരു നിലയ്ക്കുള്ള ആയുധ സപ്ലൈ നടത്താൻ പാടില്ല എന്ന് വന്നു നോക്കുക. ഇതോടെ അറബ് രാജ്യങ്ങളടക്കമുള്ളവരെല്ലാം പെടും. മാത്രവുമല്ല, അങ്ങനെ ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് ഈ ചുറ്റുപാടുമുള്ള ഏത് അറബ് രാജ്യത്തെയും ആക്രമിക്കാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കുവൈത്തിനെ ആക്രമിച്ചതിൻ്റെ പേരില അല്ല, ഖത്തറിനെ എന്തിൻ്റെ പേരിലാണ്? അവർ ഹമാസിനെ അതിഥികളെ പോലെ സ്വീകരിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതാണ്. വേറെ കുറ്റവും ചെയ്തിട്ടില്ലോ. ഒരു വളരെ പ്രഖ്യാപിതമായൊരു സമാധാന ചർച്ച, അതെല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ളത്, UN പോലും താല്പര്യപ്രകാരം എന്താണ്, എന്നിട്ട് പോലും ആക്രമിച്ചു. അപ്പോൾ ഇത്രയൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഇറാഖിനെതിരെ ഫാൾസ് അലിഗേഷൻസ് നടത്തിയതുപോലെ ഇന്ന രാജ്യം ജോർദാൻ ചെയ്തു, സിറിയ ചെയ്തു എന്ന് പറഞ്ഞ് ഈജിപ്റ്റും. അപ്പോൾ അതോടെ ഈ സംഘർഷങ്ങൾ വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടെ തുറന്നിടുകയാണ്. ഞാൻ കരുതുന്നത് ഇതൊരിക്കലും തന്നെ ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാനല്ല, മറിച്ച് ഇതിനകത്തൂടെ പുതിയ സംഘർഷ സാധ്യതകൾ രൂപപ്പെടുത്താനുള്ള കരാറിലേക്കായിരിക്കും മിക്കവാറും ഇതിനെ അവർ യൂട്ടിലൈസ് ചെയ്യും. ഈ പ്രഷറിനെ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ട് എന്നുള്ള വ്യാജേന ഇതിനെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കരാറാക്കി മാറ്റും. കാരണം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ജൂത വിഭാഗത്തിൻ്റെ പ്രഖ്യാപിതമായ ഒരു നയം എന്താണ്, മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയിൽ മൂന്നാമത്തെ ദേവാലയം പണിയുന്നതുവരെ ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ജെറുസലേം ക്യാപിറ്റലായിട്ട് ഒരു വിശാല ഇസ്രായേൽ രൂപപ്പെടുന്നത് വരെ, അപ്പോൾ ട്രംപ് പോയാലും നെതന്യാഹു പോയാലും ഒക്കെ ഈ ഒരു കുടിയേറ്റവും കയ്യേറ്റവും സംഘർഷങ്ങളും നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. അതിന് കുറേ കൂടെ ശക്തമായ ലോബിയിങ്ങോ അല്ലെങ്കിൽ പ്രഷർ ടാക്ടിക്സൊക്കെ വരേണ്ടി വരും. അന്താരാഷ്ട്ര തലത്തിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. അഷ്റഫ് ഖാൻ, യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇസ്രായേലിൻ്റെ ഈ ക്രൂരതകളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ വല്ല പരിഹാര സാധ്യതകളും തെളിയുന്നുണ്ടോ? അല്ല, ഈ ചോദ്യം, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് കരയുദ്ധം തുടങ്ങിയല്ലോ, ഒരു ഭയങ്കര നമുക്കൊരിക്കലും മനസ്സിൽ സഹിക്കാൻ കഴിയാത്ത ചിത്രങ്ങളും കാര്യങ്ങളും വീഡിയോസും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മീഡിയ നോക്കിയ, അപ്പോൾ എൻ്റെ പിന്നെ വാട്സപ്പിൽ അവിടുത്തെ ഏറ്റവും പ്രയാസമുള്ള കുറേ ഫോട്ടോസ് ആരൊക്കെ അയച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ പിന്നെ കിടക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് ഫേസ്ബുക്കിലിട്ടിട്ട് അതിന് പിന്നെ ഈ ഒരവസ്ഥക്ക് കാരണക്കാരായവർ അനുഭവിക്കുക തന്നെ, ആര് കാരണക്കാരായാലും അവരെന്ത് ചെയ്യും, അനുഭവിക്കും എന്ന് ഒരു 2-3 വരി മാത്രം എഴുതിയാണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തു. കാരണം നമ്മളെ മനസ്സിന് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്, നമുക്കുണ്ടല്ലോ ഒരു ഐക്യദാർഢ്യം. അത് നേരം കൊടുത്ത് നോക്കുമ്പോൾ 1000-ലധികം ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഷെയർ ചെയ്ത് അതിൽ ചർച്ചകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ മനസ്സിലാക്കേണ്ടത്,
ആളുകൾ ഈ വിഷയത്തെ അത് വല്ലാതെ മനസ്സിലൊന്നുണ്ട്, വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ സൂര്യാസ്തമയം പോലെ സൂര്യൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം അസ്തമിക്കുന്നു. അതാരും ചർച്ച ചെയ്യലുണ്ടോ? ഉണ്ടോ? അതൊരു സാധാരണ സംഭവം. അതേപോലെ ഒരു സാധാരണ സംഭവമായിട്ട് അവിടെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മരിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പോയിക്കൂടാ. അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ച് ഈ എന്താ ചർച്ച ചെയ്തിട്ട് കാര്യം ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. നമുക്ക് ചർച്ചയെങ്കിലും ചെയ്യാനാവണം, അവരെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. അതെങ്കിലും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്രമല്ല, ഇത് ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ എന്താ വെച്ചാൽ മനുഷ്യന്മാർ മരവിച്ച് പോകും. എനിക്ക് പിന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ദിവസം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോവാം. അപ്പം ഞാൻ പോകുന്ന KSRTC ബസ് ഒരു ജീപ്പ് പോയിട്ട് എന്ത് ചെയ്തു, ഇടിച്ചു, ആക്സിഡൻ്റായി. അപ്പോൾ അതിൽ ബസ്സിലും കുറേ ആളുകൾക്ക് പരിക്ക് വന്നു. ആ ജീപ്പിലുള്ള ആളുകൾ അത്യാസന്ന അവസ്ഥയിലായി. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആളുകളെന്ന് തോന്നുന്നുണ്ട് അവർ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇറങ്ങിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ ആ ആളുകളുടെ ബ്ലഡ് വന്നപ്പോൾ അവിടെ മൊത്തം എന്തായി, ഈ മഴയും കൂടി വന്നപ്പോൾ മൊത്തം ഒരു ബ്ലഡിൻ്റെ അവസ്ഥയായി. ആളുകളൊക്കെ അല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോൾ പടച്ചോനെ തൗഫീഖ് കൊണ്ട് എനിക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരെ എടുത്ത് ഓരോ വരുന്ന വണ്ടിക്ക് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ഇവരെ കൂടെ പോകാൻ ആരുമില്ല, ആരും കയറുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെ വാരി വലിച്ചിട്ട വണ്ടിയിൽ ഞാനും കയറി. അങ്ങനെ പോയി നേരെ മഞ്ചേരി പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അവർ നിങ്ങൾ അർജൻറ്റായിട്ട് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന്. അല്ല, ആയിട്ടില്ല, അന്ന് ഇതില്ല. അപ്പോൾ അവിടുന്ന് വേഗം കിട്ടിയ ആംബുലൻസിലൊക്കെ ആളുകളെ കയറ്റിയിട്ട് നമ്മൾ പിന്നെ ഒരു ആംബുലൻസിലാണ് ഞാനും പോകുന്നത്. മെഡിക്കൽ കോളേജ് ചെന്ന് നോക്കുമ്പോൾ ഇതേപോലെ ആക്സിഡൻ്റായിട്ട് വേറെയും സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ആ കാഷ്വാലിറ്റിയിലുള്ളൊരവസ്ഥ, അതിൽ ഞാൻ ഇപ്പോഴും എനിക്കെൻ്റെ മനസ്സിൽ പോകാത്ത രംഗമാണെന്ത്, നമ്മൾ ഈ കൊണ്ടുവന്ന രോഗികളെ അത്യാസന്ന അവസ്ഥ. ഞാനുണ്ടായിരുന്ന ഒരാൾ തലൻ്റെ ഈ പിന്നെ പോന്നു, ഈ തൊപ്പിന് പോന്നിട്ട് ഞാൻ ആ തൊപ്പി അമർത്തി പിടിച്ച് ഒരു മുണ്ടുകൊണ്ട് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇയാൾ, പക്ഷേ ഈ സാധനം ഇങ്ങനെ പൊങ്ങും. അത്രക്ക് പ്രയാസം. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കൊണ്ടുവന്ന് കെടുത്തി ഞാൻ. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കും, ഇയാളെ പേരെന്താ, ഇയാളെത്ര വയസ്സത്തെ, നമുക്കറിയില്ലല്ലോ, നമ്മളാ ജനിച്ചിട്ട് കാണാത്ത മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഒരാളെടുത്ത് നിന്നും ഒരാൾ സ്ട്രക്ചറിൽ നിന്ന് താഴത്തേക്ക് ചാടി. അത് പെടഞ്ഞിട്ട് ചാടിയ മനുഷ്യനെ എടുത്തു വെക്കാൻ ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള അവസ്ഥയാണ്, നമ്മൾ നേരിട്ട് കണ്ടാണ്. ഇത് ഈ ബോംബ് വന്ന് വീഴുമ്പോൾ ഈ പിഞ്ചോമന പൈതങ്ങൾ അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികളെന്ന് ആലോചിച്ച് നോക്കി. ഇത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, എത്ര ദിവസങ്ങളാണ്, എത്ര വർഷങ്ങളായി ഇപ്പോൾ ഇത് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അവിടെ നടക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ അത് അവിടെയല്ലേ നമുക്കെന്താ എന്നുള്ള രീതി ഒരിക്കലും മനുഷ്യന്മാരായ ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതൊരു സാധാരണ ഞാൻ പറഞ്ഞില്ല, സൂര്യ ഉദിക്കും അസ്തമിക്കും ചെയ്യുന്ന പോലെ സംഭവമായിട്ട് ഒരു കാരണവശാലും മാറാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പിന്നെ എല്ലാ കൊമ്പന്മാരെയും വരച്ച വരയിൽ നിർത്താൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ സ്രഷ്ടാവിനും ഇടയിൽ മറയില്ല എന്നതാണ് പ്രമാണം. അതുകൊണ്ട് ശക്തമായ പ്രാർത്ഥന ഈ ആളുകൾ അനുഭവിക്കുന്ന വിഷയത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇസ്രായേൽ നെതന്യാഹുവിന് എന്താ പ്രശ്നം, ഈ യുദ്ധം നിൽക്കുന്നതോടുകൂടി അദ്ദേഹം അവിടെ കുറ്റവിചാരണക്ക് വിധേയനാവും. അപ്പോൾ യുദ്ധം സ്ഥാനം തെറിക്കും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതാണ്, വേറൊന്നുമല്ല. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രിട്ടൻ അംഗീകരിച്ചു എന്ന് പറയുന്നു. ബ്രിട്ടനാണല്ലോ ഇവരെ കുടിയിരുത്താൻ മുന്നിൽ നിന്ന ആൾക്കാർ. ഇപ്പോൾ അവർ അംഗീകരിക്കാനുള്ള കാരണം എന്താണ്, അവരുടെയും നിലനിൽപ്പ് തന്നെയാണ്. ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ രാഷ്ട്രീയ നീക്കങ്ങളും നയതന്ത്രജ്ഞതയും പരിപാലിക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് അവർ പിന്നെ സന്ദർഭങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രസ്താവനകൾ നടത്തും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും നമ്മളിതിൽ എന്ത് ചെയ്യേണ്ടതില്ല, വലിയൊരു സംഭവമായിട്ട് കാണേണ്ടതില്ല. ഇങ്ങനെ ഭൗതികമായി നമ്മളിപ്പോൾ അവിടെ കാണുന്ന ഇക്വേഷനുകളൊന്നുമല്ല അവരെ സഹായത്തിനെത്താന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എല്ലാ രാജ്യവും അവർക്ക് എതിരായാലും അല്ലെങ്കിൽ അനുകൂലമായാലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് പടച്ച തമ്പുരാൻ്റെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ അതിലുണ്ടാകുക തന്നെ ചെയ്യും. ആ ഇടപെടൽ അധിക സമയമൊന്നും വേണ്ട. എല്ലാവരുടെ മനസ്സിനെയും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് ഓരോരുത്തരുടെ മനസ്സിൽ ഓരോന്ന് തോന്നിപ്പിക്കാനും അവിടെ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ നടത്താനും പടച്ചോൻ വിചാരിച്ചാൽ കഴിയും. അതിനൊരു സമയം വരാനുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല.
കാരണം പലസ്തീനികൾ സന്തോഷിക്കുന്ന ഒരു കാലം വരും എന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. അത് സംഭവിക്കാനെയും അതിൻ്റെ മുമ്പ് കുറേ പ്രയാസങ്ങളും കാഷ്വാലിറ്റികളും ഉണ്ടാകുന്നു. അത് യഥാർത്ഥ വിശ്വാസികളും ആളുകളുമാണ് ഇതിൽ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവർക്കെന്തുണ്ട്, അതിന് പരലോകത്ത് വെച്ച് അതിന് കൃത്യമായ പ്രതിഫലം കിട്ടും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതിനൊരു ഒരു പിന്നെ പര്യവസാനം, നല്ലൊരു പര്യവസാനം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അവരെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കണം. ഭൗതികമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. അതോടൊപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ഇസ്രയേൽ ചെയ്യുന്ന ഈ കൊടും ക്രൂരത കാണുമ്പോഴേ നമുക്ക് അത് ശരിയല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ. പക്ഷേ അവരുടെ അതേ മനോഭാവമുള്ള ആളുകൾ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലും ഉണ്ട് എന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം. അതായത് ഇപ്പോൾ ഡോക്ടർ എം ലീലാവതി അവർ 90 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ പിന്നെ ഒരൊറ്റ അവിടെ അവരുടെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് വന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വാക്കാണെന്ത്, പിന്നെ ഭക്ഷണത്തിനായി പാത്രവും നീട്ടി നിൽക്കുന്ന ആ ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് എൻ്റെ ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുക, ഈ ഒരൊറ്റ വരി ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ കേട്ട വ്യക്തി അത് സമൂഹത്തിൽ മാധ്യമങ്ങളോട് അറിയിച്ചു, ഇങ്ങനെ എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വാർത്തയായി. അതോടുകൂടി അത്രയും പ്രായമുള്ള ലീലാവതി ടീച്ചറെ എത്ര മോശമായ രീതിയിലാണ് ഇവിടെ ബുള്ളിങ് നടത്തിയതെന്ന് ആലോചിച്ചു. ഇപ്പോഴും നിർത്തിയിട്ടില്ല അത്. അതായത് അപ്പോൾ അവരിന് മറുപടി പറഞ്ഞു, കുട്ടികൾ, ഞാനൊരു അമ്മയുടെ കണ്ണിലൂടെയാണ് ഈ കുട്ടികളെ നോക്കിക്കാണുന്നത്, നിങ്ങളാ കാണുന്ന പോലെയല്ല. അത് പറഞ്ഞിട്ട് പോലും ഈ ബുള്ളിങ് നിർത്താൻ കഴിയണില്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എത്ര അധപതിച്ചു പോയി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊരു ഗുരുതരമായ വിഷയമാണ്. നമ്മളെ നാട്ടിൽ പോലും ഇത്തരം വിഷമുള്ള ആളുകൾ ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പിന്നെ ഇസ്രായേലിൻ്റെ ഈ നരനായാട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കണം, നമ്മുടെ മനസ്സാക്ഷി എന്ത് പറയുന്നു. അവിടെ ഈ സാംസ്കാരിക കേരളത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയണം. ഇവിടെ ഈ 80 കഴിഞ്ഞ ടി പത്മനാഭനും ലീലാവതി ടീച്ചറൊക്കെയാണ് എന്ത് ചെയ്തത്, ഇത്ര ശക്തമായി മനസ്സിനെ തൊടുന്ന രൂപത്തിൽ പ്രതികരിച്ചത്. ഇവിടുത്തെ യുവ എഴുത്തുകാരെവിടെ? ഇവരെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്, ഈ ആശയത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത്, കൂടുതൽ ശക്തമായിട്ട് സംസാരിക്കേണ്ടത് യുവാക്കളാണ്, അല്ലെങ്കിൽ അത്തരം എഴുത്തുകാരാണ്. ആ സമൂഹം ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഷണ്ഡീകരിക്കപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളുടെ മുൻപിൽ ഉണ്ട്. അത് വളരെ ഭീരുക്കളുടെ ഒരു യുവസമൂഹമാണോ എന്നുള്ളത്. കാരണം സൈബർ ബുള്ളിയിങ്ങിനെ അത്രമേൽ ഇവരൊക്കെ ഭയപ്പെടുന്നുണ്ട്. തനിക്കത് പേടിയില്ല എന്ന് തന്നെയാണ് ടി പത്മനാഭൻ പറഞ്ഞത്. ആ ധൈര്യമുള്ള ഒരു തലമുറ ഇവിടെ ഇല്ലാതെയാവുകയാണെങ്കിൽ ഈ എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ തീയിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതെ.